വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും വിവിധ തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പോൾ ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും ഒക്കെ പറഞ്ഞുള്ള ഡേറ്റ സ്ട്രക്ചറുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്കകത്തൂടെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. എന്താണ് സ്റ്റാക്ക്, എങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്റ്റാക്ക്? സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. ദാറ്റ് ഫോളോസ് ലിഫോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അങ്ങോട്ട് നോക്കാം. അപ്പോൾ ലിഫോ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്റ്റാക്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയും? സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ലിഫോ പ്രിൻസിപ്പിൾ. ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. എന്താണ് ലിഫോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് ഈ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലിഫോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളവിടെ നോക്കി, അവിടെ ഒരു ഡിഷ് സ്റ്റാൻഡിനകത്ത് ഡിഷസ് വച്ചിട്ടുണ്ടല്ലേ, അല്ലേടെ പ്ലേറ്റ്സ് അടുക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെയും ആ ഇഡ്ഡലിയുടെ തട്ട്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താടേ? നമുക്ക് അടുത്ത ഒരെണ്ണം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ പറ്റൂ അല്ലേ, തന്നെയല്ലോ. അതേപോലെ ഒരെണ്ണം റിമൂവ് ചെയ്യണമെങ്കിലോ ഇതിൻ്റെ മുകളിൽ നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു പ്രത്യേക തരത്തിൽ അടുക്കി വച്ചിരുന്നാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഓർഗനൈസേഷനാണ്. ഇതിനെ പുതുതായി ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിലോ എവിടെ മാത്രമേ പറ്റത്തുള്ളൂ? ഓൺലി അറ്റ് ദ ടോപ്പ് പൊസിഷൻ. ഇത്തരത്തിലുള്ള ആ ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇതാണ് ലിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതായത് ഇവിടെ നമുക്ക് ഒരെണ്ണം ആഡ് ചെയ്യാനോ ഒരെണ്ണം റിമൂവ് ചെയ്യാനോ കഴിയുന്നത് എവിടെ നിന്ന് മാത്രമാണ്? എൻ്റെ ടോപ്പ് പൊസിഷനിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു ഐറ്റം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ റിമൂവ് ചെയ്യുക, ഇതെവിടെ മാത്രമേ പറ്റത്തുള്ളൂ? ടോപ്പ് പൊസിഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ടോപ്പ് പൊസിഷനിൽ മാത്രം അഡിഷനും റിമൂവിങ്ങും പോസിബിളാക്കുന്ന തരത്തിലുള്ള ഒരു ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതേ മാനറിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ വിച്ച് ഓൾ ഇൻസർഷൻ ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് ഓൺലി വൺ എൻഡ്, യൂഷ്വലി കോൾഡ് ദ ടോപ്പ്. അതായത് ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്, ഒരു പ്രത്യേക തരത്തിൽ അടുക്കി വച്ചിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാക്ക്. ഇവിടെ ഇൻസർഷനും ഡിലീഷനും ഒരു എൻഡിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആ എൻഡിനെ നമ്മൾ യൂഷ്വലി വിളിക്കുന്ന പേര് ടോപ്പ് എന്നാണ്. ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അവസാനം ഇൻസേർട്ട് ചെയ്യുന്നതല്ലേ ടോപ്പിൽ വരുന്നത്. അപ്പോൾ അവസാനം ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം റിമൂവ് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൻ്റെ പ്രത്യേകത, സ്റ്റാക്ക് ലിഫോ മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. അവസാനം ഇൻസേർട്ട് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ആദ്യം സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങളവിടെ നോക്കിയേ, ഒരു സ്റ്റാക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാക്ക് ക്യാൻ ബി ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് ബൈ ആൻ അറേ. ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാക്കിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ സൈസ് അറേ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുകൊണ്ട് അറേയുടെ സൈസ് നേരത്തെ പ്രീ ഡിറ്റർമിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തുവാണ്? സ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇവിടെ നിങ്ങൾ നോക്കിയേ,
അവിടെ ഞാനൊരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അറേ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ അറയ്ക്കകത്തുള്ള ആ സ്റ്റാക്കിൻ്റെ ഓരോ എലമെൻറ്റുകളെയും നമ്മൾ സാധാരണഗതിയിലുള്ള അറേ എലമെൻറ്റുകൾ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ തന്നെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ അതായത് സ്റ്റാക്കിൻ്റെ സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, സ്റ്റാക്ക് ഓഫ് 3, സ്റ്റാക്ക് ഓഫ് 4, സ്റ്റാക്ക് ഓഫ് 5. ഇപ്പം ഇതിനകത്ത് 5ാമത്തെ പൊസിഷൻ വരെ അല്ലേ, അതായത് 5 എന്ന് പറയുന്ന നമ്പർ, അതായത് 6ാമത്തെ പൊസിഷൻ. അപ്പോൾ അവിടെ വരെ എന്തിരിപ്പുണ്ട്, എലമെൻറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസർഷൻ നടത്താൻ കഴിയുന്നതും ഡിലീഷൻ നടത്താൻ കഴിയുന്നതും ടോപ്പിൽ നിന്നാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇപ്പോൾ എവിടം വരെ എലമെൻ്റ് ഉണ്ടോ ആ ലാസ്റ്റ് പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേര് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ലെങ്കിൽ TOS എന്നാണ്. എന്താണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്? അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, നമ്മളൊരു സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടായിരിക്കും, അറേ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അറേയുടെ സൈസ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻ ആണ്. അതുകൊണ്ട് തന്നെ അറേ ഈ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അറേ ഉപയോഗിച്ചുകൊണ്ടൊരു വേരിയബിൾ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്തും സ്പെസിഫൈ ചെയ്യാം, നമ്മുടെ അറേ ഈ സ്റ്റാക്കും സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അറേയുടെ ഈ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതായത് ഇപ്പോൾ എവിടം വരെ എലമെൻ്റ് ഉണ്ടോ ആ പൊസിഷനിലാണ് ഇൻസർഷനും ഡിലീഷനും നടത്താൻ കഴിയുന്നത്. ദാറ്റ് പൊസിഷൻ ഈസ് കോൾഡ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. എന്താണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, TOS എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സ്റ്റാക്കിനെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അറേ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദ സ്റ്റാക്ക് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേ. അപ്പോൾ അങ്ങനെ അറേ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് there is a limit to the number of elements that can be represented by the stack. ആ സ്റ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് എലമെൻസിൻ്റെ കാര്യത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും ഇല്ലേ. ആ ലിമിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അറേയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാനൊരു 20 സൈസുള്ള അറേ ആണ് എങ്കിൽ എനിക്ക് അതിനകത്ത് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാക്കേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ തന്നല്ലോ. അപ്പോൾ നമ്മൾ ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അറേ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന എലമെൻസിൻ്റെ കാര്യത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ലിമിറ്റേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ അറേ. ആ അറേയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ സ്റ്റാക്കിൻ്റെ നമ്പർ ഓഫ് എലമെൻസിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത്. ഇനി ഒരു സ്റ്റാക്ക് ഒരു അറേ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ അതിനകത്ത് സ്റ്റാക്ക് എംപ്റ്റി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റാക്ക് എംപ്റ്റി ആയിരിക്കുന്ന സമയത്ത്, എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ സ്റ്റാക്കിനകത്ത് ഒരു എലമെൻസ് പോലും ഇല്ല, അതായത് നമ്മുടെ അറയ്ക്കകത്ത് ഒരു എലമെൻസും ഇല്ല. അങ്ങനെ ഒരു അറയ്ക്കകത്ത് ഒരു എലമെൻസും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ TOS എന്ന് പറയുന്നത് -1 എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും നമ്മൾ. അപ്പോൾ സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ പോയിൻറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എത്ര എലമെൻസ് ഉണ്ട് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഒരു എലമെൻറ്റും ഇല്ലാത്ത സമയത്താണ് എങ്കിൽ നമ്മൾ TOS എന്ന് പറയുന്ന വാല്യൂ എത്രയെന്ന് വയ്ക്കും, -1 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ അൽഗോരിതം എഴുതാൻ വേണ്ടി വേണം. അപ്പോൾ നിങ്ങളത് ഓർത്ത് വയ്ക്കണം. നമ്മളിവിടെ 2 പോയിൻ്റാണ് പറഞ്ഞത്. എന്താ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് അറേ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സ്റ്റാക്ക് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദി അറേ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, സ്റ്റാക്ക് എംപ്റ്റി ആയിരിക്കുമ്പോൾ TOSൻ്റെ വാല്യൂ, ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഈ സെറ്റ് ടു -1. ക്ലിയർ ആയോ? അപ്പം ഈ -1 സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതാണ് എന്തിനകത്ത് നടക്കുന്നത്, സ്റ്റാക്കിനകത്ത് ആദ്യം അറിയേണ്ട കാര്യങ്ങൾ. ഇനി
നമ്മളൊരു എലമെൻറ്റിനെ എന്തിലേക്ക് ആഡ് ചെയ്യുകയാണ്? സ്റ്റാക്കിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ TOSൻ്റെ വാല്യൂ 1 കൂടും, ഇൻക്രിമെൻറ്റഡ് ബൈ 1. അപ്പോൾ അവിടെ പോയി എവിടം വരെ എത്തും അത്? TOSൻ്റെ വാല്യൂ ആദ്യം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് എം ടി ആണ് എങ്കിൽ TOSൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴോ അതെന്ത് ചെയ്യും? ഇൻക്രിമെൻ്റ് ചെയ്ത് 0 ആകും. ഒരു എലമെൻറ്റും കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആകും. അങ്ങനെ ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും TOSൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു അറയ്ക്കകത്ത് 5 എലമെൻറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 5 എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ എവിടം മുതൽ എവിടം വരെ ആയിരിക്കും സ്റ്റാക്കിൻ്റെ എലമെൻറ്റുകൾ ഉള്ളത്? സ്റ്റാക്ക് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, സ്റ്റാക്ക് ഓഫ് 3, സ്റ്റാക്ക് ഓഫ് 4. TOSൻ്റെ വാല്യൂ 4 ആകുന്നത് വരെ, 4 വരെയാണ് അവിടെ നിൽക്കുന്നത് അല്ലേ? TOSൻ്റെ വില 4 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എലമെൻറ്റും കൂടെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അവിടുത്തെ എലമെൻറ്റുകളെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 0 മുതൽ n-1 വരെ അത് പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാക്കിൻ്റെ ഓരോ എലമെൻറ്റുകളെയും നമുക്ക് എങ്ങനെ റെഫർ ചെയ്യാം? സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, അങ്ങനെ പോയി എവിടം വരെ വരും? സ്റ്റാക്ക് ഓഫ് n-1 വരെ വരും. അപ്പോൾ ഒരു സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്കിനകത്ത് ആദ്യം TOSൻ്റെ വാല്യൂ -1 എന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ആ -1 എന്ന് എടുക്കുന്ന വാല്യൂ ഓരോ തവണ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യപ്പെടും? ഇൻക്രിമെൻ്റ് ചെയ്യപ്പെടും. 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഒരു എലമെൻറ്റ് ഒരു സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ 0 എന്ന് പറയുന്ന പൊസിഷൻ മുതൽ n-1 എന്ന് പറയുന്ന പൊസിഷൻ വരെയാണ്. n എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ സ്റ്റാക്ക്, അതായത് അറയുടെ സൈസ്. നമ്മൾ അറ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ആ അറയുടെ സൈസാണ് എന്തെന്ന് പറയുന്നത്? n എന്ന് പറയുന്നത്. അപ്പോൾ 0 മുതൽ n-1 വരെ വരും എന്ത്? സ്റ്റാക്കിൻ്റെ എലമെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാക്കിനകത്തുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് നോക്കാം. നമ്മൾ സ്റ്റാക്ക് ഒരു അറ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ലേ? ഒരു അറ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു അറയ്ക്കകത്ത് ഇൻസർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് എവിടെ വേണമെങ്കിലും പെർഫോം ചെയ്യാം. പറ്റൂലേ? ഒരു അറയ്ക്കകത്തുള്ള ആദ്യത്തെ ലൊക്കേഷനിൽ പറ്റും, അവസാനത്തെ ലൊക്കേഷനിൽ പറ്റും, ഇടയ്ക്കുള്ള ഒരെണ്ണത്തിലേക്ക് ആഡ് ചെയ്യുകയോ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഇല്ലേ? അപ്പോൾ പക്ഷേ സ്റ്റാക്കിനകത്ത് അങ്ങനെ പറ്റില്ല. ദർ ഇസ് എ റെസ്ട്രിക്ഷൻ ഇൻ ദ പൊസിഷൻ. നമുക്ക് അറയ്ക്കകത്ത് എവിടെ വേണോ ഇൻസർഷൻ നടത്താൻ പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ എവിടെ പറ്റത്തില്ല? സ്റ്റാക്കിനകത്ത് പറ്റൂ. സ്റ്റാക്കിനകത്ത് എന്തുണ്ട്? ഒരു പൊസിഷൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. ദിസ് ഓപ്പറേഷൻ ക്യാൻ പെർഫോംഡ് ഓൺലി അറ്റ് ദ ടോപ്പ് പൊസിഷൻ. എവിടെ മാത്രമേ പറ്റത്തുള്ളൂ? ടോപ്പ് പൊസിഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാക്കിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ കഴിയുന്നത് ഒരു പൊസിഷനിൽ മാത്രമാണ്. ദാറ്റ് പൊസിഷൻ ഈസ് കോൾഡ് ടോപ്പ്. അപ്പോൾ ഈ സ്റ്റാക്കിനകത്ത് ഇങ്ങനെയുള്ള ഇൻസർഷനെയും ഡിലീഷനെയും നമ്മളൊരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത്, പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ്. ഇൻസർഷനെ നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്നും ഡിലീഷനെ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എന്നും വിളിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താ? ഒരു അറേ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്കിലും അറയെ പോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇൻസർഷനും ഡിലീഷനും നടത്താൻ എവിടെ കഴിയില്ല? സ്റ്റാക്കിൻ്റെ കേസിൽ കഴിയില്ല. പിന്നെ സ്റ്റാക്കിൻ്റെ ആ ഓപ്പറേഷൻസ് എവിടെ മാത്രമേ നടത്താൻ പറ്റൂ? അതിൻ്റെ ടോപ്പ് പൊസിഷനിൽ മാത്രമേ നടത്താൻ കഴിയൂ ഇല്ലേ? അപ്പോൾ ആ ഓപ്പറേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് പുഷ് എന്നും പോപ്പ് എന്നുമാണ്. അപ്പോൾ നമുക്ക് പുഷ് ഓപ്പറേഷൻ നോക്കാം. പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്
ഒരു പുതിയ എലമെൻ്റ് സ്റ്റാക്കിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡേറ്റ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിനകത്തേക്ക് പുതിയ ഒരു ഡേറ്റ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ആണ് സ്റ്റാക്കിനകത്തേക്ക് ഈ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്റ്റാക്കിനകത്തോട്ട് ഞാനൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? പുഷ്. അപ്പോൾ പുഷ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം? ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ദ കണ്ടീഷൻ ഫോർ ഓവർഫ്ലോ ആണ്. എന്താണ് ഓവർഫ്ലോ എന്നുള്ളത് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഓവർഫ്ലോ ആണോ എന്ന് പരിശോധിക്കണം. ഓവർഫ്ലോ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഓവർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ ഓവർഫ്ലോ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സാധനം നമ്മളൊരു വേരിയബിളിലേക്ക് റീഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഓരോ തവണ ചെയ്യുമ്പോഴും ടോപ്പ് കൂടണം. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. എന്നിട്ട് ആ ടോപ്പ് പൊസിഷനിലോട്ട് ഈ എലമെൻറ്റിനെ എടുത്തങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തേ? പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നേരത്തെ നമ്മൾ 4 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. എന്തിനാണോന്ന്? ഓവർഫ്ലോ ആണോ എന്നുള്ളത് നോക്കും, ഇല്ലേ? എന്നിട്ട് സ്റ്റാക്കിനകത്തേക്ക് ആ ഓവർഫ്ലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യേണ്ട സാധനം ഒരു വേരിയബിളിനകത്തോട്ട് കൊണ്ടുവരും. എന്നിട്ട് ടോപ്പിനെ ഒന്ന് കൂട്ടും. ഇപ്പോഴുള്ള ടോപ്പ് വാല്യൂവിലോട്ട് എന്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കും? നമ്മൾ എടുത്ത എലമെൻറ്റ് വെച്ച് കൊടുക്കും. നമുക്കത് എക്സാമ്പിൾ നോക്കുമ്പോൾ അൽഗോരിതം പഠിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ നോക്കി. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നുള്ളത് അറിയണം, അല്ലേ? ഈ എന്താണ് സ്റ്റാക്കിൻ്റെ ഓവർഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഒരു സ്റ്റാക്കിനകത്തോട്ട് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ സൈസായി കഴിയുമ്പോഴത്തേക്ക്, അല്ലേ? അപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പിന്നീട് അതിനകത്ത് എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കണ്ടീഷൻ വരും. ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ എലമെൻറ്റുകളെ പുഷ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലെത്തുമ്പോൾ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എലമെൻറ്റ് ഇൻസേർഷൻ, അതായത് പുഷ് ഓപ്പറേഷൻ പോസിബിൾ അല്ലാതെ വരും. ആ കേസിന്, ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ നമ്മൾ നോക്കി, നമ്മൾ ആദ്യം ടോപ്പ് -1 എന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ടോപ്പ് -1 ആയിട്ടിരിക്കുമ്പോൾ സ്റ്റാക്ക് എം ടി ആണ്. അപ്പോൾ പറ്റുമല്ലോ? പറ്റും. നമ്മുടെ അറേയുടെ സൈസ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോപ്പ് -1 ആയിരിക്കുമ്പോൾ ഞാൻ ഒരു എലമെൻ്റ് എടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് എവിടോട്ട് ഇൻസേർട്ട് ആവും? കാരണം ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അവിടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ -1 എന്നുള്ള ഇൻക്രിമെൻറ്റ് ചെയ്ത് 0 ആവും, അവിടെ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ടോപ്പിൻ്റെ വില 0 ആണ്. അപ്പോഴും എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴും അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആക്കി അവിടെ വയ്ക്കും. അപ്പോഴും എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ എവിടം വരെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? -1 ആയിരിക്കുമ്പം പറ്റും, 0 ആയിരിക്കുമ്പം പറ്റും, 1 ആയിരിക്കുമ്പം പറ്റും, 2 ആയിരിക്കുമ്പം പറ്റും, 3 ആയിരിക്കുമ്പോഴും പറ്റും. അപ്പോൾ 5 എലമെൻറ്റ് എവിടം വരെ? 3 ആകുന്നത് വരെ പറ്റത്തുള്ളൂ. 4 ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത് ഫുള്ളായി. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. പിന്നെ അതിനകത്തോട്ട് എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല? പറ്റില്ല. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കും സ്റ്റാക്ക് ഓവർഫ്ലോ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം ഉണ്ടാക്കണം. പുഷ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എന്താ? ഇത് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, സൈസ് 5 ആയിരിക്കുമ്പം TOS എവിടം വരെ വരുമ്പോഴേ പറ്റുള്ളൂ? 3 വരെ പറ്റുമ്പോൾ -1, 0, 1, 2, 3 അങ്ങനെ 5 പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ n-1 കുറവായിരിക്കുന്നത് വരെ ചെയ്യാം, അല്ലേ? n-1, എന്നിൻ്റെ വാല്യൂ 5, n-1 4. അപ്പം 4 കുറവായിരിക്കുന്നത് വരെ ചെയ്യാം തന്നെയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതും. അതാണ് ഞാൻ ആ അൽഗോരിതത്തിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്.
ഇഫ് ടി ഒ എസിൻ്റെ വാല്യൂ ലെസ് ദാൻ n-1 ആണെങ്കിൽ നമുക്ക് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, കാരണം ഓവർഫ്ലോ അല്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും തന്നല്ലോ. എന്നിട്ട് സ്റ്റാക്കിൻ്റെ ടി ഒ എസിലോട്ട് വാല്യൂ എടുത്ത് വയ്ക്കും. നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് റീഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ നമ്മൾ അപ്പോഴും പറഞ്ഞ ആ 4 സ്റ്റെപ്പുകൾ ഇവിടെ ചെയ്തു. ആദ്യം സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്തു. സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തത്. നമ്മുടെ ടി ഒ എസ് എന്ന് പറയുന്നത് n-1 ചെറുതാണോ എന്ന് നോക്കും. ആണെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം. എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും. അപ്പോൾ ടി ഒ എസ് ഈക്വൽ ടു ടി ഒ എസ് പ്ലസ് 1. എന്നിട്ട് സ്റ്റാക്കിൻ്റെ ടി ഒ എസിലോട്ട് എന്ത് ചെയ്യും? വാല്യൂ എടുത്തു വയ്ക്കും. ഇനി ടി ഒ എസ് ലെസ് ദാൻ n-1 അല്ലെങ്കിലോ? അപ്പോഴനമുക്ക് പറയാം സ്റ്റാക്ക് ഓവർഫ്ലോ ആണെന്ന്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ പുഷ് ഓപ്പറേഷനുള്ള അൽഗോരിതം. നമ്മൾ എന്താ ചെയ്തത്? ടി ഒ എസിൻ്റെ വാല്യൂ n-1 കുറവായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കണ്ടീഷൻ സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക, ആ സ്റ്റാക്കിൻ്റെ ടി ഒ എസിലോട്ട് വാല്യൂ എടുത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഓപ്പറേഷനാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ. ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എവിടെ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ടോപ്പിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടോപ്പിൽ നിന്ന് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ടി ഒ എസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും, കാരണം ഒന്ന് കുറയ്ക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് നടത്തുന്നത്? പോപ്പ് ഓപ്പറേഷനകത്ത് നടത്തുന്നത്. അപ്പോൾ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷനിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ടി ഒ എസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ നടത്തുമ്പോഴും കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഒന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യുന്നത് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്താണ് അണ്ടർഫ്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണം. അണ്ടർഫ്ലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അണ്ടർഫ്ലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റിനെ ഒരു വേരിയബിളിലോട്ട് എടുത്തങ്ങ് വയ്ക്കും. എന്നിട്ട് ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെ ചെയ്യും? അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യും. അണ്ടർഫ്ലോ അല്ലെങ്കിൽ ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് ആ ടി ഒ എസിലിരിക്കുന്ന വേരിയബിൾ എടുത്ത് വേറൊരു വേരിയബിളിലോട്ട് വയ്ക്കും. എന്നിട്ട് ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ്? നമുക്ക് അൽഗോരിതം എഴുതി നോക്കാം. എന്താണ് അണ്ടർഫ്ലോ എന്നും നോക്കാം. നമ്മൾ ഒരു സ്റ്റാക്കിനകത്ത് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് കുറയും, അല്ലേ? അങ്ങനെ കുറഞ്ഞ് എവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് -1 ആവുമല്ലോ. -1 ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യാൻ വല്ല എലമെൻറ്റും ഉണ്ടോ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു -1 എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും നമ്മൾ വരുന്നത്? സ്റ്റാക്ക് എം ടി ആകുമ്പോഴാണ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് കുറയും. അങ്ങനെ കുറഞ്ഞ് എവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാവും? -1 ആവും. ആ -1 ആവുന്ന സമയത്ത് നമ്മുടെ സ്റ്റാക്ക് നമുക്ക് എന്താണെന്ന് പറയാം? എം ടി ആണെന്ന് പറയാം. ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടി ഒ എസിൻ്റെ വാല്യൂ ഒന്ന് വെച്ച് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്ന് വെച്ച് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് എവിടെയോ ഒരു സ്ഥലത്തെത്തുമ്പോൾ -1 ആവും എന്ന് പറഞ്ഞാൽ പിന്നെ ആ എലമെൻറ്റുകൾ അതിനകത്ത് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്നാണ്. അപ്പോൾ നമ്മളിനി പോപ്പ് ഓപ്പറേഷൻ്റെ അൽഗോരിതം നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് നടത്താൻ പറ്റുള്ളൂ? അണ്ടർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിലേ നടത്താൻ പറ്റുള്ളൂ. കാരണം അണ്ടർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനിൽ എങ്ങനെ നടത്താൻ പറ്റും? കാരണം എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ അണ്ടർഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷനിൽ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അണ്ടർഫ്ലോ അല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോപ്പ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അണ്ടർഫ്ലോ എപ്പോഴായിരിക്കും ഉള്ളത്? -1 ആണെങ്കിൽ അണ്ടർഫ്ലോ ആയിരിക്കും ടി ഒ എസിൻ്റെ വാല്യൂ. അല്ലാത്ത സമയത്തെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഡിലീഷൻ നടത്താൻ കഴിയും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇഫ് TOS ഗ്രേറ്റർ ദാൻ -1 ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം VALലോട്ട് സ്റ്റാക്ക് ഓഫ് TOS എടുത്ത് വയ്ക്കുക. ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ TOS സ്വാഭാവികമായിട്ട് 1 കുറയും. അപ്പോൾ TOS TOS -1. ക്ലിയർ? ഇനി അതല്ലെങ്കിലോ, TOS ഗ്രേറ്റർ ദാൻ -1 അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ്? സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ലോണം കണ്ട് മനസ്സിലാക്കുക, ഈ അൽഗോരിതങ്ങളും ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ റിസൾട്ടും, ഇതൊരു പ്രോഗ്രാമാക്കി എഴുതിയിരിക്കുന്നതും അതിൻ്റെ റിസൾട്ടും കൂടെ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ പ്രോഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ആ പ്രോഗ്രാം നല്ലോണം നോക്കി ഈ അൽഗോരിതം അതിനകത്ത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ.